സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ വന്ന ചാനൽ വാർത്തയിലാണ് വനിതാ ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദ് തൽസ്ഥാനം രാജിവെച്ചു. എനിക്ക് ചിരിക്കാനാണ് തോന്നിയത്. കാരണം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് നൂർബിന റഷീദിന് സീറ്റില്ല. അപ്പോൾ മകന ഭർത്താവ് എല്ലാം പൊട്ടിത്തെറിക്കുന്നത് കേട്ട് ഇങ്ങനെ ചാനലിൽ നിർബന്ധമായിട്ടും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, കാരണം കേരളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന അത് മുസ്ലിം ലീഗാണ്. കാരണം ഇവിടെയുള്ള കേരളത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും, സത്യസന്ധന്മാർക്കും, മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാം, വിശ്വസിക്കാൻ കൊള്ളാവുന്ന പാർട്ടി ആരെ കൂടെയായിരുന്നാലും നിന്നാൽ അവരുടെ കൂടെ നിൽക്കും. പിന്നിൽ നിന്ന് കുത്തൂല്ല, വഞ്ചനയും ചതിയും ഇല്ല. അപ്പോൾ നേതാക്കന്മാരെല്ലാം നല്ല നേതാക്കന്മാരുമാണ്. അപ്പോൾ ആദ്യമായിട്ട് മുസ്ലിം ലീഗിന് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. തെരഞ്ഞെടുപ്പിൽ നിർത്തി തോറ്റു. മുസ്ലിം ലീഗിന്റെ മണ്ഡലമാണ്, ആ മണ്ഡലത്തിൽ നിന്നാണ് തോറ്റത്. ഇനിയും സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്ന എന്തോ ഒരു തെമ്മാടിത്തരമാണ്. സ്ത്രീകളായിരുന്നാലും ശരി, പുരുഷന്മാരായിരുന്നാലും ശരി, സ്ഥാനാർത്ഥിയാവണം, MLA ആവണം, MP ആവണം, അത് മാത്രം കൊണ്ട് നമുക്ക് ജനസേവനം നടത്താനൊക്കൂ എന്നുള്ള ധാരണ ചിലർക്കൊക്കെ ഉണ്ട്. അത് നമ്മൾ ആദ്യം മാറ്റണം. ജനസേവനം നടത്താൻ ഒരു സ്ഥാനവും ആവശ്യമില്ല. പാർട്ടിക്കകത്തായിരുന്നാലും ശരി, വെറും മെമ്പറായി തുടർന്നാൽ മതി. ജനങ്ങൾ ആവശ്യപ്പെടും, ഇന്നാരെ സ്ഥാനാർത്ഥിയാക്കണം, അപ്പോഴേ ആകാവൂ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയാനുള്ളത് 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യത്തിൽ കൂടുതൽ യാതൊരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കണം. കാരണം എണീറ്റ് നടക്കാൻ വയ്യ ചില ആളുകൾക്ക്. ആ ആളുകൾക്ക് പോലും ഇലക്ഷൻ നയിക്കണമെന്നാണ് ആഗ്രഹം. എന്താ മനുഷ്യന്മാർ പിടിച്ചുകൊണ്ടാണ് പോകുന്നത് അവരെയൊക്കെ. നമ്മുടെ പിണറായി വിജയനെ തന്നെ എടുക്കാം. എത്ര വർഷമായിട്ട് മത്സരിക്കുന്നു. ഒരു ലജ്ജ വേണ്ടേ മനുഷ്യനായിരുന്നു. ആ മനുഷ്യന് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള കഴിവ് പോലും ഇല്ല. നമ്മളിപ്പോ കാണുന്നതാണ് കേരളത്തില് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നെന്ന് പറഞ്ഞാൽ RSSകാരാണ്. അവരുടെ നിർദ്ദേശമനുസരിച്ച്, അവരുടെ താല്പര്യം അനുസരിച്ച് മാത്രമാണ്. കാരണം ഇന്ത്യയില്, അതായത് BJPക്കാർ അല്ലാതെ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് BJPക്കാരെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് കേരള ഗവൺമെന്റാണ്. ഞാൻ 2-3 ദിവസത്തിന് മുമ്പ് കണ്ടതാണ്. പിന്നെ ഈ ഇല്ലാത്ത കുഴപ്പം ഉണ്ടാക്കുകയാണ്. ഒരു സ്ഥലത്ത് ബാനർ കെട്ടുന്നതായിരുന്നാലും അല്ലാത്തതായിരുന്നാലും അവർ പൊളിക്കുകയാണ്. ആ കൊടിയൊക്കെ ഒടിച്ച് പൊളിക്കുകയാണ് അവർ, ഈ RSS BJPക്കാർ. അതിന് പോലീസ് അവരെ കെട്ടിപ്പിടിക്കുകയാണ്. ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് അടിക്കുകയല്ല ചെയ്യുന്ന. വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിരുന്നാലും അവരെ അടിച്ചൊതുക്കും. അപ്പോൾ ഇത് ഒന്നും ചെയ്യുന്നില്ല, കെട്ടിപ്പിടിക്കുകയാണ് അവന്മാരാ. അപ്പൊ അത്ര താല്പര്യം, സംരക്ഷണം ഒരുക്കുകയാണ് ഇവിടുത്തെ പോലീസ്. അപ്പൊ ഇത്ര തെമ്മാടിക്കൂട്ടങ്ങളായ RSS സംഘപരിവാറുകാർക്ക് ഇത്രയും പ്രചോദനവും അവർക്ക് താല്പര്യവും കൊടുക്കുന്ന, അവരെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു ഭരണമാണ് കേരളത്തിൽ നടത്തുന്നത്. നമ്മളിപ്പോ കണ്ടാണ് ഇന്നലെ പാലക്കാട് ആ രമേശ് പിഷാരടി എന്ന് പറഞ്ഞ പാവപ്പെട്ട ചെറുപ്പക്കാരൻ വോട്ട് ചോദിക്കാൻ ഒരു സ്ഥലത്ത് പോയപ്പോ RSS BJP സംഘപരിവാർ ശക്തികള് ഒരു സ്ത്രീയാണ് വന്ന് തടയാണ്. ഞങ്ങളുടെ ഇങ്ങോട്ട് കയറാൻ നോക്കില്ല. എന്താണ്? അപ്പൊ ഇവർക്ക് ഭരണവും കൂടെ കിട്ടി. ഒരു MLA പോലും കേരളത്തിലില്ല. അങ്ങനത്തെ ഒരു പാർട്ടിയാണ്. കേന്ദ്രം ഭരിക്കുന്നു, ചാണകം തിന്നികൾ ഭരിക്കുന്നു എന്ന് കണക്കാക്കി കേരളത്തിൽ വന്ന് ഈ നിഷ്ഠൂരം കാണിച്ചാൽ ഇത് നടക്കാനാണ്? കേരളത്തിലെ ആളുടെ പൊട്ടന്മാരാ, ബുദ്ധിയില്ലാത്തവരാ, മണ്ടന്മാരാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള, അപ്പൊ അങ്ങനെയുള്ള BJPക്കാരെല്ലാം സംരക്ഷിച്ച് നിർത്തുന്ന കേരളത്തിലെ ഈ ഗവൺമെന്റ് അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നൂർബിന റഷീദ് തൽസ്ഥാനം രാജിവെച്ചു. വേണ്ടത് മുസ്ലിം ലീഗ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ ആദ്യമായിട്ട് പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് അവരെ സസ്പെൻഡ് ചെയ്യണം. ആദ്യമായിട്ട് ചെയ്യേണ്ട അതാണ്. അവരെന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിൽ സീറ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞ് ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടത്താണി അതിന് ബാധകമാണ്. ആ കാര്യത്തിൽ
അവരാദ്യം സസ്പെൻഡ് ചെയ്ത് നിർത്തണം 6 മാസത്തേക്കെങ്കിലും. പിന്നീട് അവർ മാപ്പപേക്ഷ കൊടുത്ത് പിന്നെ ഹൈപ്പവർ കമ്മിറ്റി കൂടിയതിന് ശേഷം മാത്രമേ അവർ പാർട്ടിയിൽ എടുക്കാവുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ ഇവിടെ പല കാര്യങ്ങൾക്കും മാതൃകയാണ് മുസ്ലിം ലീഗ്. നമ്മൾ കണ്ടതാണ് മുനീർ സാഹിബിന്റെ കാര്യം. മുനീർ സാഹിബ് വയസ്സായി, ഇപ്പൊ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ആ മനുഷ്യന് സീറ്റ് കിട്ടില്ല എന്ന് ചോദിച്ചു ഒരു വിഷമവും പറഞ്ഞില്ല. പത്രങ്ങളുടെയും ചാനലുകളുടെയും മുമ്പിൽ വന്നിരുന്ന് എന്താണ് പറഞ്ഞത്? എൻ്റെ പാർട്ടിയാണ് എനിക്ക് ഇത്രയും വലിയ സ്ഥാനമാനങ്ങളൊക്കെ തന്നു, 2 പ്രാവശ്യം ഞാൻ മന്ത്രിയായി, MLA ആയി, എല്ലാ സൗകര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു. ഇപ്പൊ വേണ്ടതാണ്, ശരി ഞാൻ പാർട്ടി പ്രവർത്തിച്ചോളാം. അങ്ങനെ പറയാനുള്ള തൻ്റെ ഇടവും അങ്ങനെ പറയാനുള്ള ആത്മാർത്ഥമില്ലാത്ത ഈ രാഷ്ട്രീയ ചെറ്റകൾ, അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവരെ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്ത് നിർത്തണം. ഇതിൽ യാതൊരു കാരണവശാലും ആലോചിക്കുകയില്ല, പെട്ടെന്ന് തീരുമാനം എടുക്കണം. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ അടിയന്തരമായി തീരുമാനമെടുത്ത് അപ്പോഴേ സസ്പെൻഡ് ചെയ്ത് കളയണം. ഇങ്ങനെയുള്ളവർ പാർട്ടിക്ക് മുതൽക്കൂട്ടൊന്നുമല്ല, പാർട്ടിക്ക് അപമാനമാണ്. പാർട്ടിയെ ഇവർ അപമാനിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിയത്. അവരെ ആയിരുന്നാലും ശരി, അവരെ കുടുംബക്കാരായിരുന്നാലും ശരി. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ എത്രയും പെട്ടെന്ന് കൂടുതൽ താമസമില്ലാതെ അവരെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.